ബയോഡൈജസ്റ്റിനെ കുറിച്ച് പിന്നീടുള്ള ഒരു സംശയം, നമ്മൾ വീട് അടച്ചിട്ടിട്ട് ടോയ്ലറ്റ് ഉപയോഗിക്കാതെ വീട് അടച്ചിട്ട് പോയാൽ എത്ര നാൾ വരെ ഇത് നമുക്ക് കുഴപ്പമില്ലാതിരിക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരും, അതൊന്നും പ്രശ്നമില്ല. ഒരു 6 മാസം നമ്മൾ വീട് അടച്ചിട്ടിട്ട് ഇത് ഉപയോഗിക്കാതെ ഇരുന്നാൽ ബാക്ടീരിയ ചത്തുപോകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ രണ്ടാമത് റീഫില്ല് ചെയ്യാവുന്നതുള്ള അതിന് ഡിഫിക്കൽട്ടി ഒന്നുമില്ല. റീഫില്ല് ചെയ്താൽ പഴയ പെർഫോമൻസിൽ തന്നെ വരും. ഈ ബാക്ടീരിയ ചത്തുപോകുന്ന കാരണം വേറൊന്നുമില്ല. ഇപ്പം നമ്മൾ മനുഷ്യരാണെങ്കിൽ തന്നെ ഭക്ഷണമില്ലാതെ, നമ്മൾ ജലമില്ലാതെ നമ്മൾ എത്ര നാൾ ജീവിക്കാൻ പറ്റും? അതുപോലെ തന്നെ ബാക്ടീരിയയുടെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റാണ്, ഹ്യൂമൻ വേസ്റ്റാണ്. അപ്പോൾ അത് ചെല്ലുന്നതാണ് ഈ ബാക്ടീരിയ കഴിക്കുന്നത്. ഈ ബാക്ടീരിയയ്ക്ക് അത് കിട്ടാതെ വരുമ്പം അത് സ്റ്റാർവ് ചെയ്തിട്ട് അത് മരിച്ചു പോകും. അപ്പോൾ അത് ഇല്ലാതാകുന്ന അവസ്ഥയിൽ പിന്നെ ഇത് ഫങ്ഷൻ ചെയ്യില്ല. പിന്നീട് ഇത് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ടാമത് നേരത്തെ പറഞ്ഞ പോലെ ബാക്ടീരിയ ഇതിനകത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഫങ്ഷണലാവും. പിന്നീട് നമുക്ക് അപ്പം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. ഇത് ബാക്ടീരിയ രണ്ടാമത് റീഫില്ല് ചെയ്യുന്നത് നമ്മൾ ആ ക്ലോസറ്റ് വഴി നേരെ പൈപ്പ് കൊണ്ടുവന്നിട്ട് അതിനകത്തിട്ട് ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് തിരിച്ച് നേരെ അതിനകത്ത് ടാങ്കിനകത്ത് നിറയും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ലൈനിൽ ഒരു ട്രാപ്പ് നമ്മൾ വെക്കാറുണ്ട്. ഈ ഡെബ്രീസ് എന്തെങ്കിലും വന്നാൽ, ഇപ്പോൾ സാനിറ്ററി നാപ്കിനോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അഥവാ വന്നാൽ, വീടുകളിൽ വരാറില്ല, അങ്ങനെ വന്നാൽ ഒഴിവാക്കാൻ വേണ്ടി ഇത് വന്ന് നമ്മുടെ ഡൈജസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ട്രാപ്പ് കൊടുക്കാറുണ്ട്. ആ ട്രാപ്പിൻ്റെ അവിടെ തുറന്നിട്ട് വേണമെങ്കിലും ഫില്ല് ചെയ്യാം. എനിക്കൊന്ന് 12 വർഷമായിട്ട് നമ്മൾ പല ഇൻസ്റ്റലേഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിലും റീഫില്ലിങ് വന്നിട്ടുള്ള 2 3 അതും ഈ ആളില്ലാതെ വന്നപ്പോൾ രണ്ടാമത് പോയി റീഫില്ല് ചെയ്താണ്.